വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന സൂചന. ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. കണ്ടെയ്നറുകൾ തൃശൂർ കൊച്ചി തീരങ്ങളിൽ അടിയാൻ സാധ്യത. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട ദുരിതത്തിലായി ആംബുലൻസുകൾ, കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. കുത്താമ്പള്ളിയിൽ നിന്നും മായന്നൂരിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിൽ. 3 ബസ് മാറിക്കയറുന്നത് ഒഴിവാക്കാനാണ് അപകടയാത്ര. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകും. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന സൂചന. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രമുഖ ക്ഷേത്രമാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം. ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്കാണ് ഒരു സ്ത്രീ പ്രവേശിച്ചത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ സ്ത്രീ 60 രൂപ വിലയുള്ള ധാര അത് 20 എണ്ണം റെസിറ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. നാലമ്പലത്തിനകത്ത് കടന്ന് തുടർന്ന് അവരുടെ കയ്യിൽ കദളിപ്പഴമുണ്ടായിരുന്നു. ഈ കദളിപ്പഴവുമായി ശ്രീകോവിലിന് മുന്നിലെത്തി. ഈ ശ്രീകോവിലിന് മുന്നിൽ വാതിൽപ്പടിയിൽ കദളിപ്പഴം വയ്ക്കുക പതിവാണ് ഭക്തർ. എന്നാൽ ഇവർ അതിന് കാത്തു നിൽക്കാതെ ഈ കദളിപ്പഴവുമായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ 2 ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 ജീവനക്കാരും ക്ഷേത്രത്തിലെ പൂജാരിയും ബഹളം വെച്ചതോടുകൂടി പിന്നീടാണ് അവരെ പുറത്തു കൊണ്ടുവന്ന് പോലീസിനെ വിളിച്ച് പോലീസിനെ കൈമാറുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ജീവനക്കാരോട് വിശദീകരണം ചോദിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഹൈക്കോടതി പ്രത്യേകം നിരീക്ഷിക്കുകയുള്ളതാണ്. അവിടെയുള്ള ഓരോ സംഭവങ്ങളും ഭക്തർ പരാതി നൽകുകയും ചെയ്യാറുണ്ട്. വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ. ഈ സംഭവം കൂടി ഉണ്ടായതോടെ വലിയ വിവാദമായിരിക്കുകയാണ്. ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് നേരിട്ടും മറ്റ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. തീ ഇപ്പോഴും പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല. കപ്പലിൽ നിന്ന് കാണാതായി 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കപ്പലുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രാസവസ്തുക്കൾ കലരുമെന്ന ആശങ്കയിലാണ് തീരം. കപ്പലിൽ 157 അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. 2000 കേരള തീരത്തുണ്ടാകുന്ന 2ാമത്തെ കപ്പൽ അപകടമാണ് ഇത്. കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. കൊരട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ മനേഷ് സെബാസ്റ്റ്യൻ, ബ്ലോക്ക് സെക്രട്ടറി ലിജോയ് ചാമക്കാല, മണ്ഡലം വൈസ് പ്രസിഡന്റ് സിബി തെക്കിനിയൻ, ജനറൽ സെക്രട്ടറി ഷാജു കള്ളിയത്തുപറമ്പിൽ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് DCC പ്രസിഡന്റ് പുറത്താക്കിയത്. ഇതോടെ പ്രാദേശിക തലത്തിൽ ഭിന്നത രൂക്ഷമായി. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പുറത്താക്കിയവരെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നു. KPCCക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണിവർ. വിദേശത്തുള്ള മകന്റെ അടുത്തേക്ക് പോകുന്ന മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യത്തിന് പകരം താൽക്കാലിക പ്രസിഡന്റിനെ നിയമിച്ചതോടെയാണ് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പകരം ചുമതല നൽകിയ ആൽബിൻ പൗലോസിനെ അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറായില്ല. I ഗ്രൂപ്പുകാരനായ ആൽബിനെ സനീഷ് കുമാർ ജോസഫ് MLA ഇടപെട്ട് A ഗ്രൂപ്പിലെത്തിച്ച് പ്രസിഡന്റാക്കിയെന്നാണ് ആക്ഷേപം. താൽക്കാലിക പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ബഹളത്തിൽ മുങ്ങി. ചടങ്ങ് അലങ്കോലമാക്കിയതിൽ 4 പ്രവർത്തകർ സസ്പെൻഷനിലുമായി. പിന്നീട് MLAയുടെയും KPCC സെക്രട്ടറി A പ്രസാദിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗവും അലങ്കോലമായി. ഇരുവരെയും തടഞ്ഞുവയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രമുഖ പ്രാദേശിക നേതാക്കൾക്കെതിരെ DCC പ്രസിഡന്റ് നടപടിയെടുത്തത്. എന്തായാലും കൊടകരയിൽ ഇനി KPCC തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയൂ. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്തും പുഴയ്ക്കലിലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട ദുരിതത്തിലായി ആംബുലൻസുകൾ, കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകളും. മുതുവറയിൽ രൂപപ്പെട്ട കുരുക്ക് അയ്യന്തോൾ പഞ്ചിക്കൽ വരെ നീളുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും കുരുക്കൊഴിവാകുന്നില്ല. മുതുവറയിലും പുഴയ്ക്കലിലും റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. പോലീസ് ഇടപെട്ട് ഗതാഗതം നിയന്ത്രിക്കുമ്പോഴും ക്യൂ പാലിക്കാതെ വരുന്ന ബസ്സുകൾ ഗതാഗതം താറുമാറാക്കുകയാണ്.
സ്വകാര്യ ബസ് ജീവനക്കാരെ നിയന്ത്രിക്കാനാവാതെ പോലീസും നിസ്സഹായരാണ്. ഈ കുരുക്കുകൾ മറികടന്നു വരുന്ന വാഹനങ്ങളെ തടഞ്ഞിട്ട് പൂങ്കുന്നത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരക്കേറിയ സമയത്താണ് മണ്ണുമാന്തി യന്ത്രവും ടാങ്കറും റോഡിലിട്ട് നിർമ്മാണ കമ്പനിയുടെ അറ്റകുറ്റപ്പണികൾ. ഇതോടെ പൂങ്കുന്നവും കുരുക്കിലായി. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ സഞ്ചാരികളെ മനഃപൂർവ്വം ദുരിതത്തിലാക്കുകയാണെന്ന് ഇതിനകം ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. TCV തൃശൂർ. കുത്താമ്പുള്ളിയിൽ നിന്നും മായനൂർ SMT സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഇന്നും യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിലാണ്. ബസ്സിൽ പോകേണ്ടി വന്നാൽ 3 ബസ് മാറിക്കയറി വേണം സ്കൂളിലെത്താൻ. അതിനുവേണ്ടി വരുന്ന സമയവും പണവും ലാഭിക്കാനാണ് ഈ അപകടയാത്ര. കുത്താമ്പുള്ളിയിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം പുഴയ്ക്കപ്പുറമുള്ള സ്കൂളിലേക്ക് എത്താനാണ് വിദ്യാർത്ഥികൾ തോണിയിൽ യാത്ര ചെയ്യുന്നത്. വർഷങ്ങളായി കുട്ടികൾ ഇത്തരം അപകടയാത്ര നടത്തുന്നു. കടത്തുകാരനായ ഉണ്ണിക്കുട്ടൻ 5 രൂപ മാത്രമാണ് ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുന്നത്. പല കുട്ടികളും പണം തന്നെ നൽകാറില്ല. എന്നും സ്വന്തം മക്കളെ പോലെ കണ്ട് ഒരു സേവനമെന്ന രീതിയിലാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതെന്നും ഉണ്ണിക്കുട്ടൻ പറയുന്നു. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പാലം പണിയുന്നതിനായി 33 കോടി 14 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പണി പൂർത്തിയായില്ല. വഞ്ചിയുടെ അടുത്തേക്കുള്ള വഴി കാടുപിടിച്ച് പന്നിക്കൂട്ടം ഏറെയുള്ളതിനാൽ പന്നികളുടെ ആക്രമണ ഭീഷണിയുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പാലത്തിലൂടെ നടന്നു പോവാനുള്ള സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവില്ലാമല. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകും. ഇന്ന് തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും, വ്യാഴാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരമ്പരാഗത യാനങ്ങൾക്ക് കടലിലിറങ്ങാം. പ്രജനനകാലത്ത് മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം. ജയിലുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ തുറന്ന പോരാട്ടത്തിനൊരുങ്ങി ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് സമിതി. പ്രാഥമികമായ മനുഷ്യാവകാശങ്ങൾ പോലും തടവുകാർക്ക് അതിസുരക്ഷാ ജയിലുകളിലടക്കം നിഷേധിക്കപ്പെടുന്നുവെന്ന സംഘടന. അടിസ്ഥാന ആവശ്യങ്ങളായ ചികിത്സ, വിദ്യാഭ്യാസം എന്നിവ പോലും ചില തടവുകാർക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തെ ജയിലുകളിലുള്ളത്. ഇത്തരം നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തടവുകാരുടെ അധ്വാനത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ജയിൽ വകുപ്പ് ഓരോ വർഷവും സമ്പാദിക്കുമ്പോഴും ജയിലിലെ തടവുകാർക്ക് അടിസ്ഥാന പ്രതിഫലമായി തുച്ഛമായ രൂപ മാത്രമാണ് നൽകുന്നതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. കയ്യാമം വെക്കുന്നതിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ചികിത്സയെ ബന്ധപ്പെട്ട് സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ കയ്യാമം വെക്കുന്നതിനെ സുപ്രീം കോടതി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വളരെയധികം ഗൈഡ് ലൈൻസും അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽക്കെട്ടിനകത്ത് ഞാനാണ് നിയമം എന്ന് പറയുന്ന തരത്തിലൊരു ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയിലും ജയിൽ വകുപ്പിലും മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ബോഡി ക്യാമറ നിർബന്ധമാക്കണം. കസ്റ്റഡിയിലെ പീഡനം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ സ്വതന്ത്ര ഏജൻസികൾക്ക് രൂപം നൽകണം. വിചാരണ നടപടികൾ അനന്തമായി നീളുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഭരണകൂടം അടിയന്തരമായി ഇടപെടണം. UAPA ചുമത്തുന്നതിൽ ഭരണകൂട പാർട്ടിയായ CPM-ന് ഇരട്ടത്താപ്പാണെന്നും സംഘടന കുറ്റപ്പെടുത്തി. UAPA തടവുകാരനായ രാജീവിന്റെ ഭാര്യ തങ്കമ്മ, മാവോയിസ്റ്റ് രൂപേഷിന്റെ മകൾ ആമി, സംഘടനാ ഭാരവാഹികളായ KK കൃപ, CP റഷീദ്, നിഹാരിക എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വാഴാനി ഡാം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് വാൽവുകൾ തുറന്നു. 12.5 സെന്റിമീറ്റർ ഉയരത്തിലാണ് വാൽവ് തുറന്നത്. വടക്കാഞ്ചേരി പുഴയിൽ വെള്ളം കുറവായതിനാൽ നിലവിൽ പുഴയുടെ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 51.42 മീറ്ററാണ് ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ്. 62.48 മീറ്ററാണ് പരമാവധി ജലനിരപ്പ്. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിനാണ് വാൽവ് തുറന്നത്. AE PS ആൽവിൻ, ഓവർസിയർ PM വിവേക് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത്. ജലസേചന വകുപ്പ് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് കളക്ടറുടെ ഇന്നലെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പുഴയിലെ ലെവൽ പരിശോധിച്ച് പരിമിതമായ അളവാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ചെറിയ അളവിൽ വെള്ളം വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പുഴയിലൊരു വെള്ളം ഉയരുന്ന അവസ്ഥയോ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമോ നിലവിലില്ല.
പിന്നെ മഴയുടെ അളവനുസരിച്ച് നമ്മളിത് ക്രമീകരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മളൊരു കരുതലായിട്ടാണ് ലെവൽ താഴ്ത്താൻ വേണ്ടി മാത്രമാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ഇത് നമ്മളുടെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു ജലനിരപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്ലൂയിസ് ഷട്ടർ ക്ലോസ് ചെയ്യുന്നതാണ്. തൃശൂർ കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയുമാണ് കോർപ്പറേഷൻ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. കോർപ്പറേഷൻ പരിധിയിൽ SSLC പരീക്ഷയിൽ 53ഉം +2 പരീക്ഷയിൽ 15ഉം വിദ്യാലയങ്ങളാണ് 100% വിജയം നേടിയത്. CBSE ഉൾപ്പെടെ 10ാം ക്ലാസ്സിൽ 972ഉം +2-ന് 795ഉം വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. കൂടാതെ +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയ 2 വിദ്യാർത്ഥിനികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ടൗൺ ഹാളിൽ നടന്ന പുരസ്കാര ചടങ്ങ് P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി വിശിഷ്ട അതിഥിയായി. ഡെപ്യൂട്ടി മേയർ ML റോസി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, ഡിവിഷൻ കൗൺസിലർ റജി ജോയ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. കൊടകര ദേശീയപാതയിൽ കോൺക്രീറ്റിംഗ് പൂർത്തിയായ പേരാമ്പ്ര അടിപ്പാത താൽക്കാലികമായി തുറന്നുകൊടുത്തതിനാൽ പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതു മുതൽ പേരാമ്പ്ര, പുത്തൂക്കാവ്, ചെറുകുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് ചാലക്കുടി ഭാഗത്തേക്ക് പോകാനും തേശ്ശേരി, കനകമല, ചിറക്കട പ്രദേശങ്ങളിലുള്ളവർക്ക് തൃശൂർ ഭാഗത്തേക്ക് പോകാനും പ്രയാസം നേരിട്ടിരുന്നു. കൊടകര ഭാഗത്തു നിന്ന് പേരാമ്പ്ര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ദേവാലയം, ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാനും പ്രയാസമായിരുന്നു. അടിപ്പാതയുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായ സാഹചര്യത്തിൽ ജനങ്ങളുടെ യാത്രാക്ലേശം കണക്കിലെടുത്ത് അധികൃതർ അടിപ്പാതയിലൂടെ താൽക്കാലികമായി ഗതാഗതം അനുവദിക്കുകയായിരുന്നു. അടിപ്പാതയുടെ അനുബന്ധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. ലോകമല്ലേശ്വരം സ്വദേശിനി പാനാണ്ടി വലയിൽ ബിനേഷിന്റെ ഭാര്യ 32 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ദേശീയപാത 66-ൽ നെടിയതളി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. സുമി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ സുമി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫാം ഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഗുരുവായൂർ പോലീസ് നടപടി തുടങ്ങി. പ്രതികൾ നിലവിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഗുരുവായൂർ, ചാവക്കാട് മേഖലകളിലായി 1500ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. 50,000 മുതൽ 2.5 കോടി വരെ പലരും നിക്ഷേപിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരം ലഭിച്ച വൻതുകകൾ പലരും ഫാം ഫണ്ടിനെ വിശ്വസിച്ച് നിക്ഷേപം നടത്തി. ഗുരുവായൂർ ബ്രാഞ്ചിൽ 14 ജീവനക്കാരുണ്ടായിരുന്നു. ഒരു മാസം 10 ലക്ഷം ടാർജറ്റ് ഉണ്ടായിരുന്ന ഇവർ പലരിൽ നിന്നും കടം വാങ്ങിയും വീടുകളിലെ സ്വർണം വിറ്റുമാണ് ലക്ഷ്യം കണ്ടിരുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഇപ്പോഴും പരാതികൾ കിട്ടുന്നു. നിലവിൽ ഫാം ഫെഡ് ചെയർമാൻ രാജേഷ് പിള്ള, MD അഗിൻ ഫ്രാൻസിസ് എന്നിവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഗുരുവായൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നടപടി തുടങ്ങി. ഫാം ഫെഡിന്റെ ഗുരുവായൂർ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. KSRTC ബസ്സുകളുടെ ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കാൻ നിർദ്ദേശം. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ബസ്സിൽ കയറി ഇറങ്ങുന്നതിനായിട്ടാണ് ചവിട്ടുപടികളുടെ ഉയരം കുറയ്ക്കുക. ചില KSRTC ബസ്സുകളിൽ കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണെന്നും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഇത് ഇരട്ടി ദുരിതമാണെന്നും പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. അരിമ്പൂർ കൈപ്പള്ളി റിംഗ് റോഡിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചുവെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡംഗം ജില്ലി വിൻസെന്റ് ആരോപിച്ചു. മഴക്കാലത്ത് പോലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് എത്രയും വേഗം പ്രശ്നപരിഹാരത്തിന് ജലസേചന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
വെള്ളക്കെട്ട് മൂലം പാറയംപാടം കമ്പിപ്പാലത്തെ കലുങ്ക് നിർമ്മാണം പൂർത്തിയായില്ല. കൊങ്ങണൂർ ഭാഗത്തു നിന്ന് വരുന്ന മഴവെള്ളം ആശാരി തോട്ടിലേക്ക് ഒഴുക്കിവിടാനാണ് പാറയംപാടത്ത് കലുങ്ക് നിർമ്മിക്കുന്നത്. എന്നാൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും മഴ പെയ്തതോടെ പൂർത്തിയാക്കാനായില്ല. മഴ മാറിയെങ്കിലും പൈപ്പ് പൊട്ടിയ വെള്ളം ഒഴുകിയെത്തുന്നതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണം. പൈപ്പ് പൊട്ടിയ ആഴ്ചകൾ പിന്നിട്ടുവെങ്കിലും അറ്റകുറ്റപ്പണി നടത്തിയില്ല. ഇതോടെ വെള്ളം ഒഴുകി കലുങ്ക് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. വെള്ളം പാഴാകുന്നതോടൊപ്പം നിർമ്മാണത്തിനും തടസ്സമാകുകയാണ്. കോളങ്ങാട്ടുകര കമ്പിപ്പാലത്തിന്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA തുടക്കം കുറിച്ചു. 5,98,00,000 രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച പുതിയ പാലത്തിന്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇരുഭാഗങ്ങളിലും ഫുട്പാത്ത് ഉൾപ്പെടെ 25 മീറ്റർ സ്പാനിൽ 11 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമണി ശങ്കുണ്ണി, KK ഉഷാദേവി, ലക്ഷ്മി വിശ്വംഭരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏകദേശം 280 കോൺക്രീറ്റ് വേണ്ടിവരും എന്നാണ് എഞ്ചിനീയർമാർ പറഞ്ഞിട്ടുള്ളത്. പാവറട്ടിയിലെ പൊതുപ്രവർത്തകനും ജനകീയ നേതാവുമായ സണ്ണി വടക്കന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TV ഹരിദാസൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, സ്റ്റീഫൻ പുത്തൂർ, അസ്കർ അലി തങ്ങൾ, പ്രേമൻ നമ്പിയത്ത്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ പടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ റോഡരികിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റിയ ശേഷം തടികൾ വഴിയരികിൽ ഉപേക്ഷിച്ചത് അപകട ഭീഷണിയാകുന്നു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലും കാൽനടപ്പാതയിൽ ഉപേക്ഷിച്ച നിലയിലുമാണ് പലയിടത്തും മരത്തടികളുള്ളത്. മരങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇഴജന്തുക്കൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മാസങ്ങൾക്ക് മുൻപാണ് മരങ്ങൾ മുറിച്ചത്. എന്നാൽ അവ മാറ്റുന്ന കാര്യത്തിൽ അനാസ്ഥ തുടരുകയാണ്. പൊതുസ്ഥലത്ത് ഒട്ടേറെ മരങ്ങൾ ഇനിയും അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട്. കാറ്റ് കനക്കുമ്പോൾ ഭീതിയോടെയാണ് വഴിയരികിൽ നിൽക്കുന്നതെന്ന് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു. സംസ്ഥാന പാതയിൽ അക്കിക്കാവ് കുന്നംകുളം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വലിയ വാഹനങ്ങളുടെ മേൽ തട്ടുന്ന വിധത്തിൽ താഴ്ന്നു തുടങ്ങി. റോഡരികിലെ കടകൾക്കും ഭീഷണിയാണിവ. മുറിച്ച മരങ്ങൾ എടുത്തുമാറ്റിയും അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റിയും ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV കുന്നംകുളം. ഗുരുവായൂരിൽ ടിപ്പറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പൂവത്തൂർ സരയുവിൽ സോമനാണ് പരിക്കേറ്റത്. തൈക്കാട് സെന്ററിലാണ് അപകടം നടന്നത്. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പാവറട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക, ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം TC മോഹൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VR മനോജ്, PS ജയൻ, ബെന്നി ആന്റണി, AK കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BKMU കുന്നംകുളം മണ്ഡലം കമ്മിറ്റി എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ കർഷക തൊഴിലാളികൾക്ക് 50,000 രൂപ പെൻഷൻ അനുവദിക്കുക, ഭൂരഹിതർക്ക് ഭൂമി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. CPI ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TK മനോജ് കുമാർ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടാലത്ത്, കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് K മണികണ്ഠൻ, AITC മണ്ഡലം പ്രസിഡന്റ് KV ശങ്കരനാരായണൻ, OK ശശി, ES മുരളി എന്നിവർ സംസാരിച്ചു. ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തി. തൃശൂർ തിരുഹൃദയ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നു. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആശീർവദിച്ചതോടെ ഊട്ടുസദ്യയ്ക്ക് തുടക്കമായി. തുടർന്ന് നടന്ന തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ വചന സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു. തുടർച്ചയായി രാത്രി 9 മണിവരെ ദിവ്യബലി, ആരാധന, നൊവേന എന്നിവയുണ്ടാകും. 2 ലക്ഷം പേർക്കാണ് നേർച്ചയൂട്ട് ഒരുക്കിയിരിക്കുന്നത്. രാത്രി 10 വരെ ഊട്ടുസദ്യയുണ്ടാകും. വികാരി ഫാദർ ആന്റണി ചില്ലട്ടശ്ശേരി, സഹവികാരിമാരായ ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ, മിഥുൻ ടൈറ്റസ് പുളിക്കത്തറ, ജനറൽ കൺവീനർ RS ഷാരോൺ, ട്രസ്റ്റിമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് ഊട്ടുതിരുനാളിന്റെ വിജയകരമായ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നത്.
ഇരത്താള കലാകാരൻ ചേലക്കര സൂര്യനെവിട 5 പതിറ്റാണ്ടിലേറെയായി പഞ്ചവാദ്യ കലാരംഗത്ത് നിറസാന്നിധ്യമായിരുന്നു സൂര്യനാരായണൻ. 2013 മുതൽ തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലെ ഇലത്താളം പ്രമാണിയായിരുന്നു സൂര്യനാരായണൻ. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനകാലത്ത് തന്നെ ഇലത്താളം അഭ്യസിച്ചു തുടങ്ങി. അമ്മാവന്മാരായ ചേലക്കര കുട്ടപ്പൻ നായർ, ചേലക്കര ഉണ്ണികൃഷ്ണൻ നായർ എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പഠനം. അന്നമനട പരമേശ്വരന്മാരാരുടെ സന്തത സഹചാരിയായിരുന്നു. വാദ്യകലയിലെ മികവിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തിരുവല്ലോമല മേപ്പാടത്ത് പുത്തൻവീട്ടിൽ പ്രസന്നയാണ് ഭാര്യ. പ്രജിത, പ്രജീഷ് എന്നിവരാണ് മക്കൾ. TCV ന്യൂസ്, തിരുവല്ലോമല. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BKMU പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം CPM മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. BKMU മണ്ഡലം പ്രസിഡന്റ് NS ഗോപി അധ്യക്ഷനായി. പ്രസിഡന്റ് KC ശിവരാമൻ, AITC മണ്ഡലം സെക്രട്ടറി PK റഫീഖ്, സാറാബി ഉമ്മർ, ഗീതാ പ്രസാദ്, ഷിഹാബ് കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. ഒരു വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ തൊഴിലാളികൾ. EMS സ്മൃതിയോടനുബന്ധിച്ച് കോസ്റ്റ് ഫോർഡും വർഗ ബഹുജന സംഘടനകളും ചേർന്ന് തൃശൂരിൽ സംഘടിപ്പിക്കുന്ന 27ാമത് ദേശീയ സെമിനാർ ഈ മാസം 13, 14 തീയതികളിൽ തൃശൂർ KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ നടക്കും. മാറുന്ന ലോകവും കേരളവും എന്ന ആശയത്തെ മുൻനിർത്തി നടത്തുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം CPM ജനറൽ സെക്രട്ടറി MA ബേബി നിർവഹിക്കും. തുടർന്ന് സീതാറാം യെച്ചൂരി സ്മരണികാ പ്രകാശനം നിർവഹിക്കും. 2 ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിൽ വിവിധ നേതാക്കൾ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികളായ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, AV ജഗനിവാസ്, സിയാവുദ്ദീൻ, ഡോക്ടർ MN സുധാകരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലായിൽ ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള കാനകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ദുരിതമാകുന്നു. കാനകൾക്ക് മുകളിൽ പല ഭാഗത്തും സ്ലാബുകളില്ലാത്തതിനാൽ ഇതിൽ മാലിന്യം നിക്ഷേപിക്കുന്നതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. പല ഭാഗത്തും കാനകൾ അടഞ്ഞ നിലയിലാണ്. കാനകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. കാനകൾ വൃത്തിയാക്കാനും സ്ലാബുകൾ സ്ഥാപിക്കാനും നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യകൃഷി പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള പ്രൊമോട്ടർമാരുടെ സംഘടനയായ ഓൾ കേരള അക്വാകൾച്ചർ പ്രൊമോട്ടേഴ്സ് യൂണിയന്റെ 2ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായി ചെമ്പുകാവ് ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന മത്സ്യ കർഷക സംഗമം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ആൻസി അനൂപ് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് വകുപ്പ് ഇൻലാൻഡ് ജോയിന്റ് ഡയറക്ടർ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി M ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി വിദ്യ ഷാജി, KX സെബാസ്റ്റ്യൻ, ലാൽസൺ P അലൂഷ്യസ് എന്നിവർ പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കും. രണ്ടര വർഷം മുൻപ് ദേശീയപാതയിൽ കത്തിനശിച്ച വാഹനം കാഴ്ചക്കാർക്ക് അപശകുനമായി ഇപ്പോഴും റോഡരികിൽ. ദേശീയപാതയിലെ കൊടകര ഗാന്ധിനഗർ ജംഗ്ഷനിലെ സർവീസ് റോഡരികിലാണ് അഗ്നിക്കിരയായി വാഹനം കാടുമൂടിക്കിടക്കുന്നത്. തൃശൂരിൽ ആശുപത്രിയിലേക്ക് സ്കാനിംഗ് മെഷീൻ എത്തിച്ച് ആലുവയിലേക്ക് തിരിച്ചു പോകുകയായിരുന്ന ഗുഡ്സ് ഓട്ടോയാണ് 2023 ജനുവരി 27 കൊടകര മേൽപ്പാലത്തിൽ വെച്ച് കത്തിനശിച്ചത്. തീ പടരുന്നത് കണ്ട് വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതിനാൽ ആളപായമുണ്ടായില്ല. സംഭവത്തെ തുടർന്ന് മേൽപ്പാലത്തിൽ നിന്ന് നീക്കിയ വാഹനം ഗാന്ധിനഗറിലെ സർവീസ് റോഡരികിൽ കൊണ്ടിടുകയായിരുന്നു. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലൂടെ കനകമല, മേച്ചിറ പ്രദേശങ്ങളിലേക്കുള്ള വാഹനങ്ങൾ തിരിയുന്ന ഭാഗത്ത് മാസങ്ങളോളം ഈ വാഹനം കിടന്നു. റോഡരികിൽ വാഹനം കിടക്കുന്നത് മൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് സംബന്ധിച്ച് മാധ്യമ വാർത്തകൾ വന്നപ്പോൾ വാഹനം സർവീസ് റോഡരികിലെ കാനയുടെ സ്ലാബിന് മുകളിൽ കയറ്റിയിടുകയായിരുന്നു. വള്ളിപ്പടർപ്പുകൾ മൂടി ഇപ്പോഴും റോഡരികിൽ കിടക്കുകയാണ് ഈ വാഹനം. TCV ന്യൂസ്, കൊടകര. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായ BKMU പ്രവർത്തകർ ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. AITC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. BKMU മണ്ഡലം പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. AITC ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു ചിങ്ങാരത്ത്, BKMU ജില്ലാ കമ്മിറ്റി അംഗം CK ദാസൻ, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 33ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സിനിമാ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ലീല കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കൺവീനർ TK രമേശ് ബാബു, PM മനേഷ്, EO ജോൺസൺ, KK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
ലഡ്ഡു ചോദിച്ചപ്പോൾ നൽകാതിരുന്നതിനെ തുടർന്ന് ചേലക്കര തോന്നൂർക്കരയിൽ കടയുടമയ്ക്ക് മർദ്ദനം. മദ്യലഹരിയിൽ വെറൈറ്റി ടച്ചിങ്സായി ലഡ്ഡു അന്വേഷിച്ചെത്തിയ 2 യുവാക്കളാണ് മർദ്ദിച്ചത്. തോന്നൂർക്കര വിഷ്ണുമായ സ്വീറ്റ്സ് എന്ന ബേക്കറിയിലെത്തിയ ഇവർ ലഡ്ഡു കടം ചോദിക്കുകയായിരുന്നു. കടം തരില്ലെന്ന് കടയുടമയായ മുരളി പറഞ്ഞതോടെ പ്രകോപിതരായ യുവാക്കൾ മുരളിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുരളിക്ക് വയറിലും നെഞ്ചിലും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ തോന്നൂർക്കര സ്വദേശികളായ വിനു, സന്തോഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം കരൾ പകുത്ത് നൽകി മറ്റൊരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പഴയന്നൂർ കല്ലംപറമ്പ് പഴയിടത്ത് വീട്ടിൽ രമേശിനെ CPM കല്ലംപറമ്പ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. CPM പഴയന്നൂർ ലോക്കൽ സെക്രട്ടറി MG ശോഭന ആദരം ഉദ്ഘാടനം ചെയ്തു. AB നൌഷാദ് അധ്യക്ഷനായി. ബ്രാഞ്ച് സെക്രട്ടറി P സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ശ്രീജയൻ, പഞ്ചായത്ത് അംഗം K മസീസ് എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്ന് മുതൽ കൊളുത്തൂർ വരെയുള്ള 2 കിലോമീറ്റർ സർവീസ് റോഡ് ഇപ്പോഴും കടലാസിൽ തന്നെ അവശേഷിക്കുന്നു. സർവീസ് റോഡ് ഇല്ലാത്തതാണ് ഇവിടെ സ്ഥിരം അപകട മേഖലയായി മാറിയിരിക്കുന്നത്. ഉളുമ്പത്തുകുന്നിൽ സർവീസ് റോഡിനായി ഭൂമി ഏറ്റെടുത്തത് കാടുമൂടി കിടക്കുകയാണ്. സർവീസ് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്ത് ഏതാനും വർഷം മുൻപ് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊളത്തൂർ പാടത്ത് സർവീസ് റോഡിന് പകരം റെയിൽ ഗാർഡുകളും മയിൽക്കുറ്റികളും കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പരാതികൾ ഏറുമ്പോൾ ദേശീയപാത അധികൃതർ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിക്കും. സർവീസ് റോഡിന്റെയും കാനകളുടെയും പണി ഉടനടി പൂർത്തീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ നടപടിയുണ്ടാകുന്നില്ല. ഉളുമ്പത്തുകുന്നിലും കൊളത്തൂരിലും യൂടേൺ സൗകര്യമില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഉളുമ്പത്തുകുന്നിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കൊളത്തൂരിലേക്ക് ഓട്ടോ വിളിച്ചു പോകുന്നവർക്ക് 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള നെല്ലായ് ജംഗ്ഷനിൽ എത്തി റോഡ് മുറിച്ചു കടന്ന് തിരികെ വരേണ്ട സ്ഥിതിയാണ്. കൊളത്തൂർ വെള്ളപ്പാലവും തൂപ്പങ്കാവ് പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ ഈ മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം നടത്താനാവൂ. തൂപ്പങ്കാവ് പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷം മുൻപ് ഒരു ഭാഗത്ത് തൂണുകൾ നിർമ്മിച്ചെങ്കിലും തുടർപണികൾ നടന്നില്ല. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയും തയ്യാറാകണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളിൽ നിന്ന് ഉയരുന്നത്. TCV ന്യൂസ്, കൊടകര. മുണ്ടത്തിക്കോട് കുണ്ടുപറവിൽ നവോദയ ക്ലബ്ബ് SSLC +2 വിജയികളായ മുഴുവൻ കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു. 50ഓളം കുട്ടികൾക്ക് പുസ്തക വിതരണവും നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് കൃഷ്ണൻ ജ്ഞാനമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പീറ്റർ നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. ലോറൻസ് കിടങ്ങൻ, EG സജീഷ്, മെമ്പർമാരായ രവി, സേവി, ജോസഫ്, ബെന്നി, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനഃപ്രതിഷ്ഠ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ചമ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്ന് വൈകിട്ട് ചതുർഥസ്ഥാനത്തിനുള്ള ബ്രഹ്മകലശ പൂജ, അധിവാസ ഹോമം, കലശാധിവാസം എന്നിവയുമുണ്ടാകും. സമാപന ദിവസമായ നാളെ രാവിലെ നട തുറന്ന ദേവനെ കണി കാണിക്കും. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും വൈകിട്ട് കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളവും ഉണ്ടാകും. നിർധന കുടുംബത്തിന് ഹരിത പ്രവാസി കൂട്ടായ്മയുടെയും ലൈഫ് ഭവന പദ്ധതിയുടെയും കീഴിൽ പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി താക്കോൽദാനം നിർവഹിച്ചു. ഹരിത പ്രവാസി ചെയർമാൻ TK ഉബൈദു അധ്യക്ഷത വഹിച്ചു. കൺവീനർ AM അബ്ദുള്ളക്കുട്ടി, KK സക്കരിയ, മഹല്ല് സെക്രട്ടറി KK ഹംസ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ഹരിത പ്രവാസി അംഗങ്ങളായ അബ്ദുൽ വാഹിദ് എന്നിവർ സംസാരിച്ചു. മറ്റുള്ള രീതിയിൽ ഒരുപാട് ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് PNAY പ്രധാന വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ പൈസ കിട്ടാനായിട്ട് വൈകിയതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാതിനിധ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുത്തെ കൂട്ടായ്മ TCV സീനിയർ റിപ്പോർട്ടറും സിനിമാ പ്രവർത്തകനുമായിരുന്ന ജിയോ സണ്ണി അനുസ്മരണവും 4ാമത് ഹ്രസ്വചിത്ര പുരസ്കാര വിതരണവും തൃശൂരിൽ നടന്നു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമി പുരസ്കാര ജേതാവും പ്രശസ്ത വയലിനിസ്റ്റുമായ മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ചടങ്ങുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു അവാർഡ് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്. അതിൽ
അവാർഡ് ലഭിച്ച എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച പ്രസ് ക്ലബിനെയും ഞാൻ അനുമോദിക്കുന്നു, നന്ദിയോട് ഓർക്കുന്നു. ജിയോ സണ്ണിയുടെ അനുസ്മരണാർത്ഥം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഷോർട്ട് ഫിലിം മത്സര ജേതാക്കൾക്കുള്ള പുരസ്കാരവും മനോജ് ജോർജ് നിർവഹിച്ചു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സുധീഷ് ശിവശങ്കരൻ സംവിധാനം ചെയ്ത ലുഡോസ് ഹാർട്ടാണ് നേടിയത്. ഹേനാചന്ദ്രൻ സംവിധാനം ചെയ്ത കുറ്റി പെൻസിൽ 2 ഹരിദേവ് കൃഷ്ണൻ സംവിധാനം ചെയ്ത സംവൺ 3 സ്ഥാനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തൊഴിലും വ്യക്തിജീവിതവും ഒരുപോലെ കൊണ്ടുപോയ മാതൃകാപരമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ജിയോ എന്ന് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച കണ്ടന്റ് റൈറ്റർ ജിബിൻ ജോസഫ് അഭിപ്രായപ്പെട്ടു. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്ന എല്ലാവരോടും വളരെ ഭാഷികമായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമായിരുന്നു തന്നെ. എല്ലാ രീതിയിലും വളരെ വലിയൊരു പ്രകാശം പൊഴിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജിയോ ചേട്ടൻ. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. ജിയോ സണ്ണിയുടെ പ്രിയതമ അനു, പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ, ജോയിന്റ് സെക്രട്ടറി B സതീഷ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. മൺമറഞ്ഞുപോയ കോൺഗ്രസ് നേതാവ് കുന്നത്തുള്ളി സുബ്രഹ്മണ്യൻ സ്മാരക സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് പ്രകടനവും നടത്തി. വാർഡ് പ്രസിഡന്റ് സുനിത സുരേഷ് പതാക ഉയർത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായിരുന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, OJ ഷാജൻ, സുനിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് VT ഹൈദ്രോസ് മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് വിതരണം നിർവഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് MS സജീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക A അബ്സത്ത്, VHSE പ്രിൻസിപ്പൽ PP ഷിജി, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ MA ആശ തുടങ്ങിയവർ സംസാരിച്ചു. മതനിരപേക്ഷതയും ജനാധിപത്യവും മാർക്ക് വാങ്ങാനുള്ള വിഷയമായി മാറിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷൻ 10ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുടുംബങ്ങളിൽ പോലും ജനാധിപത്യം ഇല്ലാതെയായി. ഇതിന്റെ പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ടാകുന്നുണ്ട്. നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതില്ലാത്തിടത്ത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് മയക്കുമരുന്നിലേക്ക് ചെന്നെത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘടനാ പ്രസിഡന്റ് VN പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം നേടിയ കൊല്ലം തുളസിയെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി K വിജയരാഘവൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി T ബാലൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ KK ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പെൻഷൻകാർക്ക് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് സമ്മേളനം ചർച്ചയിലൂടെ ആവശ്യപ്പെട്ടു. NCPS സ്ഥാപക ദിനാചരണം ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃശൂർ പടിഞ്ഞാറക്കോട്ട ജംഗ്ഷനിൽ നടന്ന ജില്ലാതല സ്ഥാപക ദിനാചരണം NCPS ജില്ലാ പ്രസിഡന്റ് CL ജോയ് ഉദ്ഘാടനം ചെയ്തു. മോഹൻദാസ് എടക്കാടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം വിശാലാക്ഷി മല്ലിശ്ശേരി, ജില്ലാ സെക്രട്ടറിമാരായ TG സുന്ദർലാൽ, PSP നസീർ, നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CR സജിത്ത് എന്നിവർ സംസാരിച്ചു. തൃശൂർ ശക്തൻ തമ്പുരാൻ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി മോഹനൻ നാടോടിയെയും സെക്രട്ടറിയായി രഘു പണിക്കരെയും ട്രഷററായി VM സിദ്ധകുമാറിനെയും തെരഞ്ഞെടുത്തു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,888 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ ഭക്ത പ്രവേശിച്ചത് വിവാദമായി. ക്ഷേത്രത്തിൽ പുണ്യാഹം നടത്തി ദേവസ്വം അധികൃതർ. പറവൂർ സ്വദേശിനിയാണ് ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിച്ചതെന്ന് സൂചന. ബേപ്പൂരിൽ ആഴക്കടലിൽ തീപിടിച്ച കപ്പലിലെ രാസവസ്തുക്കൾ കടലിൽ പടരുന്നത് തടയാൻ ശ്രമം. കണ്ടെയ്നറുകൾ തൃശൂർ കൊച്ചി തീരങ്ങളിൽ അടിയാൻ സാധ്യത.
കൊരട്ടി കോൺഗ്രസിലെ കലഹം തീർക്കാൻ വഴി കാണാതെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം 4 നേതാക്കളെ പുറത്താക്കിയതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പുങ്ങുന്നത്തും പുഴയ്ക്കലും പലയിടത്തായി യാത്രക്കാരുടെ വഴിമുടക്കി നിർമ്മാണ കമ്പനി. കുരുക്കിൽപ്പെട്ട ദുരിതത്തിലായ ആംബുലൻസുകൾ, കുരുക്ക് രൂക്ഷമാക്കി ബസ്സുകൾ. കുത്താമ്പുള്ളിയിൽ നിന്നും മായന്നൂരിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് തോണിയിൽ. 3 ബസ് മാറിക്കയറുന്നത് ഒഴിവാക്കാനാണ് അപകടയാത്ര. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകും. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.